കൊച്ചി തേവര പാലത്തിലുണ്ടായ അപകടത്തിൽ ആ ഡ്രൈവർ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് എന്റെ ഫ്രണ്ടിൽ വന്നിടിക്കുകയാണ് ഇത്. ഫ്രണ്ടിൽ വന്നടിച്ചാണ് പോണത്. എന്റെ ഫ്രണ്ടിൽ വന്നടിച്ചാണ് പോണത് വണ്ടി അങ്ങോട്ട് പോണത്. എന്റെ ബാക്കിൽ എന്നെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയാണ്. പ്ലാന്റിൽ പോവുകയായിരുന്നു. ഞാൻ ബ്രഹ്മപുരം പ്ലാന്റിലോട്ട് പോവുകയായിരുന്നു. എന്റെ പേര് സുനിൽ. വണ്ടി ഇവിടെ അടുത്തുള്ളതാണ്. ശ്രുതി, എന്തായാലും ഇപ്പോൾ ഈ സാഹസികമായി രക്ഷപ്പെട്ട ലോറി ഡ്രൈവർ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് സുനിൽ. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? എന്നെ ഒരു ടാങ്കർ ലോറിക്കാരെ ഓവർടേക്ക് ചെയ്ത് പോയി. അവൻ നല്ല സ്പീഡിലാണ് അതിൽ വന്ന് അടിക്കുക. എന്റെ ഫ്രണ്ടിൽ വന്ന് അടിക്കുകയാണ് ചെയ്തത്. അടിച്ച് പോവുകയാണ് ചെയ്തത്. എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോവുകയാണ് ചെയ്തത്. ടാങ്കർ ലോറി ഓവർടേക്ക് ചെയ്തതാണ്. എന്നെ ഓവർടേക്ക് ചെയ്ത് അവന്റെ വണ്ടിയുടെ സൈഡ് വന്ന് എന്നെ അടിച്ച് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. വണ്ടി ഞാൻ വെട്ടിച്ചല്ല, അവന്റെ വണ്ടി വന്ന് അടിച്ചെടുത്തോട്ട് പോവുകയാണ് ചെയ്തത്. ഇടിച്ച് വണ്ടിയുടെ ബാലൻസ് തെറ്റി പോവുകയാണ് ചെയ്തത്. സ്പീഡിലാണോ വന്നത്? ആ ടാങ്കർ ലോറിക്കാരെ. ചേട്ടനെ എത്ര സമയം ലോറിയിൽ ഇരുന്നു? അത് ഇല്ല, അപ്പോഴത്തേന് ആൾക്കാർ കൂടി അന്നേരം തന്നെ അവർ വന്ന് ഇറങ്ങി. എല്ലാണ്ടങ്ങ് പേടിച്ചു. പിന്നെ ഇത് കാണുമ്പോൾ പേടിക്കില്ലേ. പരിക്ക് പറ്റിയത് തലയ്ക്ക് എന്റെ ഡോറിലെങ്ങാണ്ട് അടിച്ചതാണ്. തല വന്ന് അവർ വന്ന് തട്ടി അടിക്കുക, എന്റെ തല വന്ന് ഡോറിലടിക്കുകയാണ് ഇത്. അങ്ങനെയാണ് കയ്യിൽ നിന്ന് പോണത് വണ്ടി. എത്ര മണിയോട് കൂടിയത്? ഇത് 11:30-11:45 കറക്റ്റായിട്ട് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി ഫീൽഡിലെ ആദ്യത്തെ സംഭവമാണിത്. ഇത് തിരക്കുണ്ടായിരുന്നില്ല ആ സമയത്ത്? ഇല്ല, തിരക്കില്ലായിരുന്നു. അത്രയും ഓവർ തിരക്കൊന്നുമില്ല. പിന്നെ ടാങ്കറുകാർ നല്ല സ്പീഡിൽ വന്നു. എനിക്ക് തോന്നുന്നു അവിടുന്ന് വണ്ടി വന്നപ്പോൾ അവരിങ്ങോട്ട് വെട്ടിച്ചതായിരിക്കാം, അറിയാം. ടാങ്കറുകാരനെ ആരും തടഞ്ഞൊന്നുമില്ല? അവിടെ നിർത്തി. അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ടാങ്കറുകാര്. പിന്നെന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റും. സംസാരിച്ചോ? ഇല്ല, അന്നേരത്തേന് അങ്ങ് കൊണ്ട് ചെന്ന ഇവിടെ ബ്ലോക്ക് ആവൂലേ നിർത്തിയാൽ. അവിടെ കൊണ്ട് അന്നത്തെ ആൾക്കാരവിടെ തടഞ്ഞ് നിർത്തിക്കുകയാണ് ചെയ്തത്. ഇവൻ തട്ടിയിട്ട് ഇവിടെ നിർത്താതെ അങ്ങ് വിട്ടുപോയി. അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് തടഞ്ഞു നിർത്തി അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്തത് അവിടെ. എന്തായാലും ഡ്രൈവറുടെ പ്രതികരണമാണ് ശ്രുതി നമ്മൾ കേട്ടത്. അദ്ദേഹം സാഹസികമായിട്ടാണ് ഇവിടുന്ന് ആ ഒരു താഴേക്ക് പതിക്കാതെ, അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ലോറി ഈ കൈവരി തകർത്തുകൊണ്ട് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ, അതായത് ഇങ്ങനെ ഈ ലോറി തൂങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൽ തലയ്ക്ക് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അദ്ദേഹം ഇപ്പോൾ തിരികെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ തന്നെ ലോറി കഴിഞ്ഞ കുറേ സമയം, അതായത് 11:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇത്രയേറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ലോറി തൂങ്ങിക്കിടക്കുകയാണ്. ആ ക്രെയിൻ ഇപ്പോഴും എത്തിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ഒരു ചെറിയ ക്രെയിൻ ഇവിടേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ഇത് ഉയർത്താനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ആ ചെറിയ ക്രെയിൻ വെച്ച് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ ക്രെയിൻ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നത്. അത് അടുത്തൊന്നുമില്ല, സമീപ പ്രദേശങ്ങളിലൊന്നും വലിയ ക്രെയിനില്ല. കുറച്ച് ദൂരെ നിന്നാണ് കൊണ്ടുവരേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസുകാരൊക്കെ തന്നെ പറയുന്നത്. ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടിട്ടുണ്ട്. നേരത്തെ ഈ രണ്ട് വശത്തേക്കുള്ള ഗതാഗതം അത് തടസ്സപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. ഈ അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെ അങ്ങനെ ഒരു ഗതാഗത കുരുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പോലീസുകാരൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ആ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഡ്രൈവറുടെ നമ്മൾ കേട്ടത്. ഡ്രൈവർ കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. ഒരു ടാങ്കർ ലോറി തൻ്റെ വാഹനത്തെ, അതായത് ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നു. അങ്ങനെ ഓവർടേക്ക് ചെയ്തോടുകൂടി, ഇതിലിടിച്ചാണ് അത് ഓവർടേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓവർടേക്ക് ചെയ്തോടുകൂടിയാണ് ഈ ലോറി അപകടത്തിൽ പെടുന്നത്. ഓക്കെ, എന്തായാലും ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതാണ്. വളരെ അത്ഭുതകരമായി, അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് എന്നൊക്കെ പറയുന്ന പോലെ രക്ഷപ്പെട്ടു എന്ന് പറയാം ഡ്രൈവർ. ആ ഡ്രൈവറുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.